إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. യഖൂലു അല്ലാഹു അസ്സ വജൽ വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ليجزي الذين أساءوا بما عملوا ويجزي الذين أحسنوا بالحسنى. ആകാശലോകങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം പടച്ച റബ്ബിൻ്റേതാകുന്നു, പ്രപഞ്ച സൃഷ്ടാവിൻ്റേതാകുന്നു. ليجزي الذين أساءوا بما عملوا, അതിക്രമം പ്രവർത്തിച്ചു കൂട്ടിയ ആളുകൾക്ക് അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്കുള്ളതായ അതിനനുയോജ്യമായ പ്രതിഫലം അവർക്ക് നൽകുവാനും വയജ്സിയല്ലദീന അഹ്സനൂ ബിൽ ഹുസ്ന, തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് ജീവിതത്തിൽ നന്മകൾ തിരഞ്ഞെടുത്ത് ഒരു നല്ല മനുഷ്യനായി സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യന് അപ്രകാരം ഏറ്റവും നല്ലൊരു പ്രതിഫലം നൽകുന്നതിനും വേണ്ടിയത്രേ അത് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. വയൗമ തഖൂമുസ് സാഅതു യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിഥു ഗൈറ സാഅ, മനുഷ്യൻ അവൻ്റെ ഖബറിടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ മുജ്രിമീങ്ങളായ അക്രമികളായ ആളുകൾ അവർ ഇപ്രകാരം പരിതപിക്കും, മാ ലബിഥു ഗൈറ സാഅ, ഈ ദുനിയാവിൽ അവർക്ക് കേവലം അല്പനിമിഷങ്ങൾ മാത്രമാണ് ജീവിക്കാൻ ലഭിച്ചിട്ടുള്ളത് എന്നവർ പരിതപിക്കും. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ അവൻ്റെ ജീവിതത്തെ അവൻ മുന്നിൽ കാണുമ്പോൾ എത്രമാത്രം നിസാരമായ കാലയളവാണ് അവൻ ദുനിയാവിൽ ജീവിച്ചത് എന്നുള്ള ബോധ്യം അവനുണ്ടാകുമെന്നുള്ളതാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് ഏതർത്ഥത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ മരണാനന്തര ജീവിതത്തിൽ ഏത് രൂപത്തിലുള്ളൊരു സ്വർഗത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നത്. ആ ലക്ഷ്യബോധമുള്ള ആളുകൾക്കാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തിന്മകളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക. ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു വഹാദാ
عمير بن الحمام رضي الله عنه لما قال النبي صلى الله عليه وسلم في غزوة بدر قوموا إلى جنة عرضها السماوات والأرض كان في يده تمرات فرمى بهن وقال لئن بقيت حتى آكل تمراتي هذه إنها لحياة طويلة فقاتل حتى قتل رضي الله عنه. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൻ്റെ വേളയിൽ തൻ്റെ സൈനികരെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഖൂമു ഇലാ ജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ്, ആകാശലോകങ്ങളെക്കാളും ഭൂമിയെക്കാളും വിശാലമായൊരു സ്വർഗലോകത്തിനു വേണ്ടി, അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, ലിഇഅ്ലാഇ കലിമത്തില്ലാ, റബ്ബിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഉണരുവിൻ എന്ന് സൈനികരോട് പറഞ്ഞ വേളയിൽ ഉമൈർ ഇബ്നുൽ ഹമാം റളിയല്ലാഹു അൻഹു തൻ്റെ കൈകളിൽ വെച്ചിരുന്ന കാരക്ക അത് ഭക്ഷിച്ചാൽ ഞാൻ താമസിച്ചു പോകുമോ എന്ന് കരുതിക്കൊണ്ട് ആ കാരക്ക അവിടെ ഉപേക്ഷിച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയും അദ്ദേഹം ഷഹീദാകുകയും ചെയ്യുകയാണ്. ആ കാരക്ക തിന്നുന്ന സമയം ഞാൻ എടുത്താൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ എന്നോട് പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് മുൻകടക്കുന്നതിൽ സാവകാശം വന്നു പോകുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ കാരക്ക അവിടെ വെച്ച് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ്. കാരണം അവർക്ക് ഏതൊരു സ്വർഗത്തെക്കുറിച്ചാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്? മാ ലാ ഐനുൻ റഅത്, കണ്ണുകളൊന്നും തന്നെ കണ്ടിട്ടില്ലാത്ത സ്വർഗം. വലാ ഉദുനുൻ സമിഅത്, കാതുകളൊന്നും തന്നെ കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള സ്വർഗം. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും അവന് ചിന്തിച്ച സ്വർഗം എങ്ങനെയാണ് എന്ന് അവന് ഭാവിക്കാൻ സാധിക്കാത്ത, അവൻ്റെ ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത രൂപത്തിലുള്ള സ്വർഗം. അത്രമാത്രം സുന്ദരമായ സ്വർഗത്തെക്കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അൻ ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم ألا هل مشمر للجنة ألا هل مشمر للجنة فإن الجنة لا خطر لها وهي ورب الكعبة نور يتلألأ وريحانة تهتز وقصر مشيد ونهر مضطرد وثمرة نضيجة وزوجة حسناء جميلة وحلل كثيرة ومقام في أبد وفي دار سليمة وفاكهة وخضرة وحبرة ونعمة في محلة عالية بهية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അലാ ഹൽ മുശമ്മിറുൻ ലിൽ ജന്ന, നിങ്ങളിൽ സ്വർഗത്തിനു വേണ്ടി മുണ്ട് മുറുക്കിയെടുത്തവർ ആരാണുള്ളത്? മുശമ്മിർ എന്ന് പറഞ്ഞാൽ കൈകൾ കയറ്റി വെക്കുകയും മുണ്ട് മുറുക്കിയെടുക്കുകയും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുകയെന്നാണ്. സ്വർഗം നേടാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് ഒരുങ്ങിയിട്ടുള്ളവർ ആരാണുള്ളത്? ഏത് സ്വർഗമെന്ന് നിങ്ങൾക്കറിയുമോ? ഫഇന്നൽ ജന്നത ലാ ഖതറ ലഹാ, ഒരർത്ഥത്തിലുള്ള അപകടങ്ങളുമില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത സ്വർഗം. വറബ്ബുൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം. നൂറുൻ യതലഅല, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രകാശത്തിൻ്റെ സ്വർഗം. വറൈഹാനത്തുൻ തഹ്തസ്, അതുപോലെ തന്നെ ആളുകൾക്ക് അങ്ങേയറ്റം സുന്ദരമായി അനുഭവപ്പെടുന്ന പരിമളത്തിൻ്റെ സ്വർഗം. വഖസ്റുൻ മഷീദ്, കൊട്ടാരം കണക്കെ അങ്ങനെ പടുത്തുയർത്തപ്പെട്ട കൊട്ടാരങ്ങളുടെ സ്വർഗം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗം, പഴങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നതായ സ്വർഗം. അതുപോലെ തന്നെ ഏറ്റവും നല്ല സുന്ദരമായ ഇണകളുള്ള സ്വർഗം. വഹുലലുൻ കസീറ, ധാരാളമായി ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ആളുകൾ അവരുടെ അലങ്കാരം പ്രകടമാക്കുന്ന സ്വർഗം. വമഖാമുൻ ഫീ അബദ്, എന്നെന്നും നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതായ സ്വർഗം. ഫീ ദാരിൻ സലീമ, ശാന്തമായ സമാധാനമുള്ള ഒരു പ്രയാസവും നിങ്ങൾ അലട്ടാത്തതായ സ്വർഗം. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ സ്വർഗത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ ഫലങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ വിഭവങ്ങൾ നിങ്ങളെ കാത്തു നിൽക്കുന്നു. പച്ചപ്പും അതുപോലെ തന്നെ ആളുകളെ അത്ഭുതപ്പെടുത്തുന്നതായ നിഅമത്തുകളും അടങ്ങിയിട്ടുള്ളതായ സ്വർഗം.
അങ്ങേയറ്റം ഉന്നതവും മഹത്വമുള്ളതും വളരെ ആനന്ദകരവുമായ സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞു, ഖാലു യാ റസൂലല്ലാഹ്, നഅം യാ റസൂലല്ലാഹ്, നഹ്നുൽ മുശമ്മിറൂന ലഹാ. അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങളാണ് ആ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളവർ. ജീവിതം കൊണ്ട്, സ്വഭാവം കൊണ്ട്, തൻ്റെ ഇടപാടുകൾ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, ഇബാദത്തുകൾ കൊണ്ട്, എല്ലാ അർത്ഥത്തിലും ജീവിതത്തെ ആ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുള്ളവരായ മനുഷ്യർ അവരാണ് ഞങ്ങളെന്ന് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്കുകൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖൂലു ഇൻഷാ അല്ലാഹ്. നിങ്ങളാ പറഞ്ഞത് വളരെ നല്ല കാര്യം, അതോടൊപ്പം ഇൻഷാ അല്ലാഹ് എന്നുകൂടി നിങ്ങൾ പറയണം. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ ആ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങിയവരാണ് ഞങ്ങളെന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അപ്രകാരം ഒരു മനുഷ്യൻ്റെ മരണാനന്തര ജീവിതം ധന്യമാകണമെങ്കിൽ ഈ ഒരു സ്വർഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ കഠിനമായ നരകത്തെക്കുറിച്ചുമുള്ള ബോധ്യവും അറിവും അവനുണ്ടായിരിക്കണമെന്നുള്ളതാണ്. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم بناء الجنة. സ്വർഗം അത് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് അവിടെയുള്ള കെട്ടിടങ്ങൾ ലബിനതു ദഹബിൻ വലബിനതു ഫിദ്ദ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള കല്ലുകളാലാണ് അത് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. വമലാതുഹൽ മിസ്കു, ആ കല്ലുകൾക്കിടയിൽ അതിൻ്റെ ഇടയിൽ ഉപയോഗിച്ചിട്ടുള്ള അതിൻ്റെ മെറ്റീരിയലാകട്ടെ അത് കസ്തൂരിയുടെ സുഗന്ധമുള്ളതാണ്, മിസ്കാണ്. വമലാതുഹൽ മിസ്കു വഹസബാഉഹൽ ലുഅ്ലുഉ വൽ യാഖൂത്ത്, അവിടുത്തെ മണ്ണും അവിടുത്തെ ചരലും എന്ന് പറയുന്നത് പവിഴവും മുത്തുകളുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വതുറാബുഹ സഅഫറാൻ, കുങ്കുമം കണക്കെ അങ്ങേയറ്റം സുഗന്ധമുള്ള കുങ്കുമം കണക്കിയുള്ളതാണ് അവിടുത്തെ മണ്ണ്. വമൻ യദ്ഖുൽഹാ യൻഅമു വലാ യബ്അസ്, അവിടെ പ്രവേശിക്കുന്ന ഒരാൾക്ക് സന്തോഷമല്ലാതെ ഒരർത്ഥത്തിലുമുള്ള പ്രയാസവും അവൻ അനുഭവിക്കുകയില്ല. വയഖ്ലുദ്, അവനവിടെ നിത്യവാസിയായിരിക്കും. വലാ യമൂത്ത്, അവന് മരണമുണ്ടായിരിക്കുകയില്ല. ലാ തുബ്ലാ സിയാബു, അവൻ്റെ വസ്ത്രങ്ങൾ നശിച്ചു പോകുകയില്ല. വലാ യഫ്നാ ശബാബു, അവൻ്റെ യുവത്വം അതൊരിക്കലും വാർദ്ധക്യത്തിലേക്കും പോകുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ജീവിതത്തെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസൃതമായി ചിട്ടപ്പെടുത്തി നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് അകന്നു നിന്ന് ആര് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തെക്കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിവിടെ പഠിപ്പിച്ചു തരുന്നത്. യഖൂലുല്ലാഹു അസ്സ വജൽ മസലുൽ ജന്നത്തി അല്ലതി വഉഇദൽ മുത്തഖൂൻ ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى. പാലുകൊണ്ട് തേനുകൊണ്ട് മദ്യത്തിൻ്റെ അതുപോലെ തന്നെ അവർക്ക് ഏറ്റവും ഒരിക്കലും കേടുവരാത്ത ഏറ്റവും സംശുദ്ധമായ വെള്ളത്തിൻ്റെയും അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് മുത്തഖീങ്ങളായ ആളുകൾക്ക്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത്. വഇദൽ മുത്തഖൂൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹു തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും തെറ്റുകൾ തിരുത്തി അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد أيها الإخوة أوصيكم بتقوى الله. الله നസൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണേ എന്നൊരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. يقول النبي صلى الله عليه وسلم يؤتى بأشد الناس في الدنيا بؤسا ويغمس في الجنة
فيقال له يا ابن آدم هل رأيت بؤسا قط فيقول لا والله ما رأيت بؤسا قط. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഭൂമിയിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ചൊരു മനുഷ്യനെ കൊണ്ടുവന്ന് സ്വർഗത്തിലൊന്ന് അവനെ മുക്കിയെടുക്കും. ആ സ്വർഗത്തിലൊന്ന് അവന് പ്രവേശനം നൽകിയാൽ അവനോട് ചോദിക്കപ്പെടും, നീ നിൻ്റെ ജീവിതത്തിൽ വല്ല പ്രയാസവും അനുഭവിച്ചിട്ടുണ്ടോ? അവൻ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ലേ എന്ന്. ഭൂമിയിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച മനുഷ്യൻ പോലും ആ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ പറയുമെന്നുള്ളതാണ്. അതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വയുഅ്താ ബിഅശദ്ദിന്നാസി തനഉമൻ ഫിദ്ദുനിയ ثم يغمس في النار ويقال له يا ابن آدم هل رأيت نعيما في الدنيا قط فيقول لا والله ما رأيت نعيما قط. ഭൂമിയിൽ ഏറ്റവും അനുഗ്രഹങ്ങൾ അനുഭവിച്ച, ഏറ്റവും സന്തോഷത്തിൽ ജീവിച്ച മനുഷ്യനെ കൊണ്ടുവന്ന് നരകാഗ്നിയിൽ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ ആ നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കപ്പെടുകയും ഒന്നാം നരകാഗ്നിയിൽ പ്രവേശിച്ച് അവനെ പുറത്തെടുത്ത് അവനോട്, നീ ജീവിതത്തിൽ വല്ല അനുഗ്രഹവും അനുഭവിച്ചിട്ടുണ്ടോ എന്നവനോട് ചോദിച്ചാൽ അവൻ പറയും, ഇല്ല, ഞാൻ ഒരു അനുഗ്രഹവും അനുഭവിച്ചിട്ടില്ല എന്ന് പറയും വിധം, എല്ലാം മറന്നു പോകും വിധം അത്രമാത്രം കഠിനമാണ് നരകമെന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടുകൂടി നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി മരണപ്പെടുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا المستضعفين في فلسطين، اللهم كن لهم ناصرا ومعينا ومؤيدا ونصيرا يا أرحم الراحمين. اللهم عليك باليهود الظالمين، اللهم خذهم أخذ عزيز مقتدر وأرنا فيهم عجائب قدرتك يا قوي يا متين. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين والحمد لله رب العالمين وأقم الصلاة.